ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്ത 5 സീനിയർ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ തൂക്കിയും കോമ്പസ് കൊണ്ട് കുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളായ 5 പേരെയും പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു. സാമുവൽ ജോൺസൺ, ജീവ, രാഹുൽ രാജ്, റിജിൽജിത്ത്, വിവേക് എന്നിവർക്കെതിരെയാണ് കേസ്. കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളാണ് ക്രൂരമായ റാഗിങ്ങിനിരയായത്. 3 മാസത്തോളം നീണ്ടുനിന്ന റാഗിങ്ങിനൊടുവിൽ പൊറുതിമുട്ടിയ വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സമാനതകളില്ലാത്ത പീഡനമാണ് ജൂനിയർ വിദ്യാർത്ഥികൾ നേരിട്ടത്. നഗ്നരാക്കി നിർത്തിയ ശേഷം വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ തൂക്കി, കോമ്പസ് അടക്കമുള്ളവ ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവ് വരുത്തും. ഇതിനുശേഷം ഈ മുറിവിൽ ലോഷൻ തേക്കുമെന്നും പരാതിയിൽ പറയുന്നു. ഇതുകൂടാതെ മുഖത്തും തലയിലും ക്രീം പുരട്ടും. ക്രൂരമായി ആക്രമിച്ച ശേഷം വായ പൊളിക്കുമ്പോൾ മുഖത്ത് തേക്കുന്ന ക്രീമടക്കം വായിൽ കുത്തിക്കയറ്റുന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഞായറാഴ്ച ദിവസങ്ങളിൽ ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്നും 800 രൂപ വീതം പിരിവ് വാങ്ങി സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നതായും പരാതിയുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾ പരാതി നൽകാൻ സാധ്യതയുണ്ടെന്ന് ഗാന്ധിനഗർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികളെ ഇന്ന് ഏറ്റുമാനൂർ കോടതിയിൽ ഹാജരാക്കും. പ്രതികൾ സ്ഥിരമായി പണം വാങ്ങുന്നത് തെളിഞ്ഞിട്ടുമുണ്ട്. മദ്യം വാങ്ങാൻ വേണ്ടിയാണ് പ്രതികൾ പണം വാങ്ങിയതെന്നും പരാതിക്കാരായ വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുമുണ്ട്. 3 മാസത്തോളം റാഗ് ചെയ്തെന്നാണ് പരാതിയിലുള്ളത്. ജൂനിയർ വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. റാഗിങ്ങിന് ഇരകളായ വിദ്യാർത്ഥികളിൽ 3 പേരാണ് കോളേജിൽ പരാതി നൽകിയത്. ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ മൊഴിയിലാണ് കേസെടുത്തതും. കോളേജിലെ ആന്റി റാഗിംഗ് സെൽ വഴിയാണ് പോലീസിന് പരാതി കൈമാറിയത്. ആന്റി റാഗിംഗ് നിയമപ്രകാരം അന്വേഷണം നടത്തിയ ശേഷമാണ് പ്രിൻസിപ്പൽ ഇവരെ സസ്പെൻഡ് ചെയ്തതും. അധ്യയന വർഷം തുടങ്ങിയത് മുതൽ റാഗിംഗും തുടങ്ങി. തിരുവനന്തപുരം സ്വദേശികളായ 6 പേരെയാണ് പ്രതികൾ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചത്. ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് സംഭവം നടന്നതും. റാഗിങ്ങിന് വിധേയമാകുന്ന 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിച്ച് മദ്യം നൽകും. ശേഷം അതിൻ്റെ വീഡിയോയും പകർത്തും. റാഗിങ്ങിൻ്റെ കാര്യം പുറത്തു പറഞ്ഞാൽ പഠനം പോലും നിന്നുപോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്യും. ഇതറിഞ്ഞുകൊണ്ടാണ് മറ്റു വിദ്യാർത്ഥികൾ മിണ്ടാതിരുന്നതും കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നതും. ഒടുവിൽ സഹികെട്ടാണ് വിദ്യാർത്ഥികൾ ആന്റി റാഗിംഗ് സെല്ലിൽ പരാതി നൽകിയത്. പണം ഞങ്ങൾ തരും.